അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. പശ്ചിമേഷ്യൻ മേഖല വീണ്ടും വൻകരകളെ പോലും വിറപ്പിക്കുന്ന വലിയൊരു യുദ്ധഭീതിയുടെ നിഴലിലാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ദിവസങ്ങളായി തുടരുന്ന നേരിട്ടുള്ള വ്യോമാക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഇപ്പോൾ അയൽ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനും അവരുടെ സഖ്യസേനകളും നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ സാധാരണക്കാരുടെയും പ്രാദേശിക ഭരണകൂടത്തിന്റെയും സുരക്ഷിതത്വത്തെയും സമാധാന അന്തരീക്ഷത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. കുവൈറ്റ്, ജോർദാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തികളിൽ എത്തുന്ന ശത്രു ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കാൻ പെട്രോളിങ്ങും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പൂർണ്ണ ശേഷിയിൽ ഉപയോഗിക്കേണ്ടി വരുന്നു. സാമ്പത്തികമായും നയതന്ത്രപരമായും ഭൂഗോളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു മേഖലയിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ വലിയ സംഘർഷം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര വ്യാപാര പാതകളെയും വൻ തകർച്ചയിലേക്ക് തള്ളിവിടുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ഇറാഖുമായുള്ള കുവൈറ്റിന്റെ അതിർത്തി പ്രദേശമായ സൗഹാൻ അബ്ദാലി കവാടത്തിൽ നടന്ന ഡ്രോൺ ആക്രമണം മേഖലയിലെ സ്ഥിതിഗതികൾ എത്രത്തോളം സങ്കീർണമാണെന്ന് തെളിയിക്കുന്നു. അതിർത്തിയിലെ പ്രധാന കെട്ടിടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഭൗതിക നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് വലിയൊരു ആശ്വാസമാണ്. കുവൈറ്റ് അതിർത്തിക്ക് പുറമെ ജോർദാന്റെ വ്യോമാതിർത്തിയിലേക്കും ഒന്നിനു പിറകെ ഒന്നായി ഇറാനിയൻ ഡ്രോണുകളും മിസൈലുകളും എത്തിയതായി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജോർദാനിയൻ വ്യോമസേന തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് 3 മിസൈലുകളും 6 ഡ്രോണുകളും വിജയകരമായി വെടിവെച്ചിട്ടു. 4ാമതൊരു മിസൈൽ ജനവാസമില്ലാത്ത വിജനമായ പ്രദേശത്താണ് പതിച്ചത്. സമാനമായ രീതിയിൽ ബഹ്റൈനിലും സുരക്ഷാ മുന്നറിയിപ്പുകൾ ശക്തമാണ്. രാജ്യ തലസ്ഥാനമായ മനാമയിൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയതോടെ ജനങ്ങളോട് അടിയന്തരമായി ഏറ്റവും അടുത്തുള്ള സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകി. മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ വ്യോമത്താവളങ്ങളെയും മറ്റ് സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇറാൻ ഈ ആക്രമണങ്ങൾ നടത്തുന്നത്. ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ എയർബേസ്, ജോർദാനിലെ മുവാഫാഖ് സാൽത്തി, അൽ അസ്റഖ് ബേസ്, കുവൈറ്റിലെ അലി അൽ സേലം, ക്യാമ്പ് ആരിഫ് ജാൻ, ക്യാമ്പ് ദോഹ എന്നീ സുപ്രധാന കേന്ദ്രങ്ങൾ തങ്ങളുടെ ഡ്രോൺ ആക്രമണങ്ങളുടെ പരിധിയിൽ വന്നതായി ഇറാന്റെ സൈനിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. അറബ് രാജ്യങ്ങളുടെ പ്രദേശങ്ങളിൽ താവളമടിച്ചിരിക്കുന്ന US സൈനിക സംവിധാനങ്ങളാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നാണ് ടെഹ്റാന്റെ വാദം. എന്നാൽ അയൽ രാജ്യങ്ങളുടെ ഭൂപ്രദേശങ്ങളെയും വ്യോമാതിർത്തികളെയും യുദ്ധക്കളമാക്കുന്ന ഇറാന്റെ ഈ നീക്കത്തിനെതിരെ UAE വിദേശകാര്യ മന്ത്രാലയം രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. സഹോദര രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നുകയറുന്ന ഇത്തരം നടപടികൾ പ്രാദേശിക സ്ഥിരത പൂർണ്ണമായും തകർക്കുമെന്നും ഇരയായ രാജ്യങ്ങൾക്ക് UAE പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്നും അബുദാബി വ്യക്തമാക്കുകയുണ്ടായി. സൈനിക പോരാട്ടം ഒരു വശത്ത് ശക്തമാകുമ്പോൾ മറുവശത്ത് ലോക സമ്പദ് വ്യവസ്ഥയെ ഉലയ്ക്കുന്ന സാമ്പത്തിക ആഘാതമാണ് ഉയരുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി രൂക്ഷമായതോടെ രാജ്യാന്തര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില വീണ്ടും ബാരലിന് $100 കടന്നിരിക്കുകയാണ്. റെഡ് സീയിലും ഹോർമൂസ് കടലിടുക്കിലും ചരക്ക് കപ്പലുകൾക്കും എണ്ണക്കപ്പലുകൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങളാണ് ഈ വൻ വിലക്കയറ്റത്തിന് വഴിവെച്ചത്. യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിൽ സൗദി അറേബ്യയുടെ എൻസെലിയ, ലൈല എന്നീ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ, മിസൈൽ ആക്രമണം നടത്തിയതോടെ പ്രധാനപ്പെട്ട 2 കടൽ മാർഗങ്ങളും പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായോ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലായി. ലോക വ്യാപാരത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ വലിയൊരു പങ്കും കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെട്ടതോടെ എണ്ണവില ഒരൊറ്റ ദിവസം കൊണ്ട് 6% കുതിച്ചുയർന്നത്. എണ്ണക്കപ്പലുകൾക്ക് തീയേൽക്കുന്ന ദൃശ്യങ്ങളും ഹോർമൂസ് പാത തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന ഇറാന്റെ പ്രഖ്യാപനങ്ങളും ആഗോള വിപണിയിൽ വൻ പരിഭ്രാന്തിയാണ് വിതച്ചിരിക്കുന്നത്. സംഘർഷങ്ങളിൽ അയവ് വരുത്താൻ ഇരു വിഭാഗവും തയ്യാറാകാത്തത് അവസ്ഥ കൂടുതൽ വഷളാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ കൂടുതൽ കടുപ്പമേറിയ സൈനിക നടപടികൾക്ക് മുതിരുമെന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. ഇതുവരെ കണ്ടതിനേക്കാൾ ഏറ്റവും വലിയ സൈനിക നീക്കം ഇറാനെതിരെ അടുത്തു തന്നെ ഉണ്ടാകുമെന്നും താൻ അന്തിമ തീരുമാനത്തിലേക്ക് അടുക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. അതിനു പുറമെ കപ്പലുകൾക്കോ ചരക്കുകൾക്കോ ഉണ്ടാകുന്ന എല്ലാ നാശനഷ്ടങ്ങളും അമേരിക്കയുടെ പക്കലുള്ള ഇറാന്റെ മരവിപ്പിച്ച ധനശേഖരത്തിൽ നിന്നും ഈടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാട്ടി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി രംഗത്തെത്തി. മറ്റൊരാളുടെ സമ്പത്ത് ഇത്തരത്തിൽ കണ്ടുകെട്ടുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ അപകടകരമായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇറാനിയൻ ജനതയുടെ അവകാശങ്ങൾക്ക് മേലുള്ള കൈകടത്തലുകൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കുകയുണ്ടായി. പശ്ചിമേഷ്യയിലെ ഈ യുദ്ധഭീതി വെറുമൊരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുടെ ജീവിത ചെലവിനെ നേരിട്ട് ബാധിക്കുന്ന വൻ സാമ്പത്തിക ദുരന്തമായി മാറിയിരിക്കുകയാണ്. എണ്ണവില കുതിച്ചുയരുന്നത് ആഗോളതലത്തിൽ ഗതാഗത ചെലവുകളെയും നിത്യോപയോഗ സാധനങ്ങളുടെ ഇറക്കുമതി ചെലവുകളെയും സാരമായി ബാധിക്കും. ഇത് പണപ്പെരുപ്പം വീണ്ടും ഉയരാൻ കാരണമാകുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. ഏഷ്യൻ, യൂറോപ്യൻ വിപണികളിലും US, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ പ്രമുഖ ശക്തികളുടെ ബോണ്ട് മാർക്കറ്റുകളിലും ഇതിനോടകം വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ധനവില
ഇന്ധനവില വർധനവ് വ്യോമയാന മേഖലയെയും സാരമായി തളർത്തിയിട്ടുണ്ട്. ഇരു വിഭാഗങ്ങളും തങ്ങളുടെ മുൻ നിലപാടുകളിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാത്ത പക്ഷം ഈ പോരാട്ടം വരും മാസങ്ങളിൽ ആഗോളതലത്തിൽ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകത്തെ തള്ളിവിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നയതന്ത്ര ചർച്ചകളും ഇടക്കാല വെടിനിർത്തൽ കരാറുകളും പരാജയപ്പെട്ട സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ ഭൂപ്രദേശം ഒരു വൻ സ്ഫോടനത്തിന്റെ അരികിലാണ് നിൽക്കുന്നത്. ഗൾഫ് മേഖലയിലെ നിർണായക ശക്തികൾ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കുകയും ഹോർമൂസ് ചെങ്കടൽ പാതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇല്ലെങ്കിൽ ഇന്ധനക്ഷാമവും കടുത്ത പണപ്പെരുപ്പവും സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളിൽ നിന്ന് ലോകത്തിന് എളുപ്പത്തിൽ കരകയറാൻ സാധിക്കില്ല. വരും ദിവസങ്ങളിൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ സൈനിക നീക്കങ്ങളും അതിനോടുള്ള ഇറാന്റെ പ്രതികരണങ്ങളുമാകും പശ്ചിമേഷ്യയുടെയും ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും ഭാവി നിർണ്ണയിക്കുക. ഗൾഫ് മേഖലയിലെ തൊഴിൽ വിപണി പ്രവാസി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എന്നും പ്രതീക്ഷകളുടെയും അതിജീവനത്തിന്റെയും ഒരു വേദിയാണ്. എന്നാൽ സമീപകാലത്തായി UAE, ഒമാൻ തുടങ്ങിയ GCC രാജ്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമനിർമ്മാണങ്ങൾ തൊഴിൽ മേഖലയെ കൂടുതൽ സുതാര്യവും തൊഴിലാളി സൗഹൃദവുമാക്കുന്നതിൽ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തുന്നത്. തൊഴിലാളികളുടെ അടിസ്ഥാനപരമായ ആരോഗ്യ സുരക്ഷ, തൊഴിലിടങ്ങളിലെ അപകടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, രോഗബാധിതരാകുമ്പോഴുള്ള വേതന പരിരക്ഷ എന്നിവ ഉറപ്പുവരുത്തുന്നതിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഈ രാജ്യങ്ങൾ തുടക്കമിട്ടിരിക്കുന്നത്. തൊഴിലുടമയുടെയും തൊഴിലാളിയുടെയും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവചിക്കുന്ന ഈ പുതിയ നിയമങ്ങൾ തൊഴിൽ സംസ്കാരത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. UAE-യിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഗാർഹിക തൊഴിലാളികൾക്കും ഒരുപോലെ ബാധകമായ രീതിയിൽ ആരോഗ്യ ഇൻഷുറൻസ് നിയമങ്ങൾ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. പുതിയ നിർദ്ദേശപ്രകാരം രാജ്യത്തെ എല്ലാ ജീവനക്കാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയുടെ മുഴുവൻ ചെലവും തൊഴിലുടമയോ സ്ഥാപന ഉടമയോ തന്നെ വഹിക്കേണ്ടതാണ്. തൊഴിലാളിയുടെ മാസശമ്പളത്തിൽ നിന്ന് ഇതിനായി ഏതെങ്കിലും തരത്തിലുള്ള തുക ഈടാക്കാനോ പിടിച്ചെടുക്കാനോ പാടില്ലെന്ന് മന്ത്രാലയം ഖണ്ഡിതമായി വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് അബുദാബി, ദുബായ് എന്നീ എമിറേറ്റുകളിൽ മാത്രം ഘട്ടം ഘട്ടമായി നിർബന്ധമാക്കിയിരുന്ന ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതി വടക്കൻ എമിറേറ്റുകളിലേക്കും വ്യാപിപ്പിച്ച് രാജ്യമൊട്ടാകെ നിലവിൽ വന്നിരിക്കുകയാണ്. ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് പുതിയ നിയമങ്ങളുടെ നിർവഹണം UAE ഉറപ്പാക്കുന്നത്. വർക്ക് പെർമിറ്റുകൾ പുതുതായി അനുവദിക്കുന്നതും നിലവിലുള്ളവ പുതുക്കുന്നതും ആരോഗ്യ ഇൻഷുറൻസ് പരിശോധനയുമായി ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു ജീവനക്കാരന് നിലവിൽ പ്രാബല്യത്തിലുള്ള പോളിസി ഇല്ലെന്ന് കണ്ടെത്തിയാൽ വിസ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് നടപടികൾ സിസ്റ്റം സ്വയം തടയുന്നു. മാത്രമല്ല, ഒരു ജീവനക്കാരൻ ജോലിയിൽ തുടരുന്ന കാലയളവിലുടനീളം ഇൻഷുറൻസ് പരിരക്ഷ തടസ്സമില്ലാതെ ലഭ്യമാക്കേണ്ടതുണ്ട്. ജോലി കാലാവധിക്കിടയിൽ ഇടയ്ക്ക് വെച്ച് പോളിസികൾ റദ്ദാക്കാൻ തൊഴിലുടമയ്ക്ക് അനുവാദമുണ്ടാകുന്നതല്ല. ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക ഭാരമാകാതിരിക്കാൻ പ്രതിവർഷം 320 ദിർഹം മുതൽ ആരംഭിക്കുന്ന അടിസ്ഥാന ഫെഡറൽ ഇൻഷുറൻസ് പാക്കേജുകളും ലഭ്യമാണ്. 1,50,000 ദിർഹം വരെ വാർഷിക കവറേജ് നൽകുന്ന ഈ അടിസ്ഥാന പാക്കേജിൽ വിട്ടുമാറാത്ത രോഗങ്ങൾക്കും മുൻപുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാത്തിരിപ്പ് കാലാവധി ഇല്ലാതെ തന്നെ പരിചരണം ലഭിക്കുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസിന് പുറമെ ജോലിസ്ഥലത്തുണ്ടാകുന്ന അപകടങ്ങളും തൊഴിൽ സംബന്ധമായ രോഗങ്ങളും കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് സമഗ്രമായ ഒരു ചട്ടക്കൂടിനും UAE രൂപം നൽകിയിട്ടുണ്ട്. തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ നിരക്ക് കുറയ്ക്കുന്നതിനും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മന്ത്രാലയത്തിലെ ഇൻസ്പെക്ടർമാർക്ക് പ്രത്യേക മേൽനോട്ട ചുമതലകൾ നൽകിയിട്ടുണ്ട്. ഉയർന്ന അപകട സാധ്യതയുള്ള ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ സൗജന്യമായി നൽകാനും അവ ഉപയോഗിക്കുന്നതിനുള്ള ശാസ്ത്രീയ പരിശീലനം നൽകാനും സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണ്. ഇതിനു പുറമെ തൊഴിലാളികളുടെ നിർബന്ധിത ആനുകാലിക ആരോഗ്യ പരിശോധനകൾ നടപ്പിലാക്കാനും അപകടങ്ങൾ ഉടനടി റിപ്പോർട്ട് ചെയ്യാനും അന്വേഷിക്കാനുമുള്ള ആഭ്യന്തര സംവിധാനങ്ങൾ സ്വകാര്യ കമ്പനികൾ ഒരുക്കേണ്ടതുണ്ട്. അതേസമയം തൊഴിൽപരമായ പരിക്കുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ നിയമപരമായ സുതാര്യത നിലനിർത്താൻ ചില നിർണായക അതിരുകളും മന്ത്രാലയം നിശ്ചയിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചകൾ മൂലം സംഭവിക്കുന്ന അപകടങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്ത 6 പ്രത്യേക സാഹചര്യങ്ങൾ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നു. ജീവനക്കാരൻ മനഃപൂർവ്വം സ്വയം പരിക്കേൽപ്പിക്കുക, മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ അല്ലെങ്കിൽ മറ്റ് രാസവസ്തുക്കളുടെയോ സ്വാധീനത്തിൽ ജോലി ചെയ്യുമ്പോൾ അപകടം സംഭവിക്കുക, ജോലിസ്ഥലത്ത് വ്യക്തമായി പ്രദർശിപ്പിച്ചിട്ടുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുക എന്നീ സന്ദർഭങ്ങളിൽ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകില്ല. കൂടാതെ ദുഷ്പെരുമാറ്റത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന അപകടങ്ങൾ കൃത്യമായ കാരണങ്ങളില്ലാതെ മെഡിക്കൽ പരിശോധനയ്ക്കോ ചികിത്സയ്ക്കോ വിസമ്മതിക്കുക, ദൃശ്യമായ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള തൊഴിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ ബോധപൂർവം ലംഘിച്ചു എന്ന് അധികാരികൾ കണ്ടെത്തുന്ന സാഹചര്യങ്ങൾ എന്നിവയിലും നഷ്ടപരിഹാര ആനുകൂല്യങ്ങൾ നിരസിക്കപ്പെടും. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ തൊഴിൽപരമായ ഉത്തരവാദിത്തവും അച്ചടക്കവും ഉറപ്പുവരുത്തുക എന്നതാണ് ഈ വ്യവസ്ഥകളിലൂടെ UAE ലക്ഷ്യമിടുന്നത്. UAEക്ക് സമാനമായി അയൽരാജ്യമായ ഒമാനും പ്രവാസി തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷയിൽ വിപ്ലവകരമായ ഒരു നാഴികക്കല്ല് പിന്നിടുകയാണ്. സുൽത്താനേറ്റിലെ സർക്കാർ, പൊതുമേഖലാ, സ്വകാര്യ മേഖലകൾ
മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്വദേശി ഇതര ജീവനക്കാർക്കും അസുഖാവധിയും അസാധാരണ അവധിയും ഉൾപ്പെടുന്ന നിർബന്ധിത ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. റോയൽ ഡിക്രി നമ്പർ 52/2023 പ്രകാരമുള്ള സാമൂഹിക സംരക്ഷണ നിയമത്തിന്റെയും സാമൂഹിക സംരക്ഷണ ഫണ്ടിന്റെയും പുതിയ ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത്. ഈ പുതിയ സംവിധാനം അനുസരിച്ച് ഒമാനിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസി ജീവനക്കാരന് ഗുരുതരമായ അസുഖം മൂലമോ മറ്റടിയന്തര സാഹചര്യങ്ങൾ മൂലമോ ദീർഘകാല അവധി എടുക്കേണ്ടി വരുമ്പോൾ ശമ്പളം നഷ്ടപ്പെടുമെന്ന ആശങ്ക ഇനി വേണ്ടതില്ല. ഈ സുരക്ഷാ ഫണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്ന് ഇതിനായി യാതൊരുവിധ വിഹിതവും ഈടാക്കുന്നില്ല എന്നതാണ്. പകരം തൊഴിലുടമ ജീവനക്കാരന്റെ പ്രതിമാസ വേതനത്തിന്റെ 1% തുക സാമൂഹിക സംരക്ഷണ ഫണ്ടിലേക്ക് അധിക വിഹിതമായി അടയ്ക്കേണ്ടതുണ്ട്. മുൻപ് ദീർഘനാളത്തെ അസുഖങ്ങൾ മൂലം ജോലിക്ക് ഹാജരാകാൻ കഴിയാതെ വരികയും ശമ്പളമില്ലാത്ത അവധിയിലേക്ക് പോകേണ്ടി വരികയും ചെയ്തിരുന്ന ആയിരക്കണക്കിന് പ്രവാസി തൊഴിലാളികൾക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ് ഈ പദ്ധതി നൽകുന്നത്. തൊഴിൽ മേഖലയിലെ അനിശ്ചിതത്വങ്ങൾ ഒഴിവാക്കാനും സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാനും ഈ നിയമപരമായ പരിഷ്കാരം വഴി ഒമാൻ ഭരണകൂടം ലക്ഷ്യമിടുന്നു. GCC മേഖലയിൽ തൊഴിൽ നിയമങ്ങളിൽ ഉണ്ടാകുന്ന ഈ സമഗ്ര മാറ്റങ്ങൾ കേവലം ചില വ്യവസ്ഥകളുടെ കൂട്ടിച്ചേർക്കലുകൾ മാത്രമല്ല, മറിച്ച് ഒരു വലിയ നയതന്ത്ര സാമൂഹിക പരിണാമത്തിന്റെ പ്രതിഫലനമാണ്. അന്താരാഷ്ട്ര തൊഴിൽ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രാദേശിക വിപണികളെ ശക്തിപ്പെടുത്തുക എന്നതും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും അല്ലാത്തവരുമായ തൊഴിലാളികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുക എന്നതും ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഡിജിറ്റൽ സംവിധാനങ്ങളുടെ തടസ്സമില്ലാത്ത സംയോജനത്തിലൂടെ വർക്ക് പെർമിറ്റുകളും വിസ നടപടികളും വേഗത്തിലാക്കുന്നു എന്നത് തൊഴിലുടമകൾക്കും ഭരണകൂടത്തിനും ഒരുപോലെ നേട്ടമാണ്. ആരോഗ്യ സംരക്ഷണം, ജോലിസ്ഥലത്ത് സുരക്ഷ, അവധി ആനുകൂല്യങ്ങൾ എന്നിവയിൽ കൃത്യമായ നിയമ പരിരക്ഷ ലഭിക്കുന്നതോടെ ജീവനക്കാരുടെ മാനസിക ക്ഷേമവും ഉൽപാദനക്ഷമതയും ഗണ്യമായി വർദ്ധിക്കും. പ്രവാസി തൊഴിലാളികളെ കേവലം ഒരു തൊഴിൽ ശക്തിയായി മാത്രം കാണാതെ അവരുടെ വ്യക്തിപരമായ ക്ഷേമത്തിനും ജീവന്റെ സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഇത്തരം മാനുഷിക നയങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ കൂടുതൽ ആകർഷകമായ തൊഴിൽ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നതിൽ സംശയമില്ല. നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ വെച്ച് പുലർത്തുകയും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യുക എന്നത് ഓരോ പ്രവാസിയുടെയും കടമയായി മാറുന്ന പുതിയൊരു കാലഘട്ടത്തിലേക്കാണ് നാം വാതിൽ തുറക്കുന്നത്. തൊഴിലിനായും ബിസിനസ്സിനായും UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ വസിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സാമ്പത്തിക ജീവിതത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന രേഖയാണ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ്. ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനും വസ്തുവകകൾ വാങ്ങുന്നതിനും ഓഹരികളിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപിക്കുന്നതിനും എന്തിനേറെ കൃത്യമായി ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും പാൻ കാർഡ് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ സമീപകാലത്ത് ഇന്ത്യയിലെ ആദായ നികുതി വകുപ്പ് നടപ്പിലാക്കിയ പുതിയ പരിഷ്കാരങ്ങളെ തുടർന്ന് നിരവധി പ്രവാസികളുടെ പാൻ കാർഡുകൾ ഇന്നോപ്പറേറ്റീവ് അഥവാ നിഷ്ക്രിയമായി മാറിയ സംഭവം വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് താമസം മാറിയതുകൊണ്ട് മാത്രം നിങ്ങളുടെ പാൻ വിവരങ്ങൾ നികുതി വകുപ്പിന്റെ ഡേറ്റാബേസിൽ സ്വയം മാറുകയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തതാണ് ഭൂരിഭാഗം പ്രവാസികളെയും ഈ സാമ്പത്തിക കുരുക്കിൽ എത്തിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ നിയമപ്രകാരം പാൻ നമ്പറും വ്യക്തിഗത സാമ്പത്തിക ഐഡന്റിറ്റിയും ജീവിതകാലം മുഴുവൻ മാറ്റമില്ലാതെ തുടരുമെങ്കിലും അതിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്ന വിലാസത്തിലും റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലും മാറ്റങ്ങൾ വരുത്തേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. അടുത്ത ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നാട്ടിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനോ മുമ്പ് UAE പ്രവാസികൾ അവരുടെ പാൻ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ ആദായ നികുതി വകുപ്പ് 2023 ജൂലൈ 1 മുതൽ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാത്ത വ്യക്തികളുടെ പാൻ കാർഡുകൾ ഇന്നോപ്പറേറ്റീവ് ആക്കി മാറ്റിയിരുന്നു. എന്നാൽ നിലവിലുള്ള ആദായ നികുതി നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ വസിക്കാത്ത നോൺ റെസിഡന്റുകൾക്ക് പാനും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നിർബന്ധമല്ല. എങ്കിലും എന്തുകൊണ്ടാണ് 10,000-കണക്കിന് UAE പ്രവാസികളുടെ പാൻ കാർഡുകൾ നിഷ്ക്രിയമായത് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരാം. ഇതിന് പ്രധാന കാരണം നികുതി വകുപ്പിന്റെ ഡേറ്റാബേസിൽ വ്യക്തികളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൃത്യമായി രേഖപ്പെടുത്താത്തതാണ്. നികുതി വകുപ്പിന്റെ സംവിധാനത്തിൽ ഒരാൾ റെസിഡന്റ് ഇന്ത്യനായി തന്നെയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആ വ്യക്തി ആധാർ ലിങ്ക് ചെയ്യേണ്ടതുണ്ടെന്ന പൊതുനിയമം സിസ്റ്റം ബാധകമാക്കുന്നു. വിദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തി താൻ പ്രവാസിയാണെന്ന വിവരം ഔദ്യോഗികമായി നികുതി വകുപ്പിനെ അറിയിച്ചിട്ടില്ലെങ്കിൽ സിസ്റ്റം അവരെ ഇന്ത്യയിലെ സാധാരണ നികുതിദായകനായി കണക്കാക്കുകയും നിശ്ചിത തീയതിക്കകം ആധാർ ലിങ്ക് ചെയ്യാത്തതിനാൽ പാൻ ഇന്നോപ്പറേറ്റീവ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. മുൻപത്തെ 3 അസസ്മെന്റ് വർഷങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നോൺ റെസിഡന്റായി ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ച പ്രവാസികളുടെയോ അല്ലെങ്കിൽ മുൻകൂട്ടി ജുറിസ്ഡിക്ഷണൽ അസിസ്റ്റിംഗ് ഓഫീസറെ വിവരം അറിയിച്ചവരുടെയോ NRI സ്റ്റാറ്റസ് നികുതി വകുപ്പ് തങ്ങളുടെ ഡേറ്റാബേസിൽ സ്വമേധയാ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്.
എന്നാൽ വർഷങ്ങളായി റിട്ടേൺ ഫയൽ ചെയ്യാത്തവരും പ്രവാസി സ്റ്റാറ്റസ് രേഖപ്പെടുത്താത്തവരുമായ വ്യക്തികളാണ് നിലവിൽ പാൻ നിഷ്ക്രിയമായതിനെ തുടർന്ന് പ്രയാസങ്ങൾ നേരിടുന്നത്. പാൻ കാർഡ് ഇനോപ്പറേറ്റീവ് ആകുന്നത് അത് റദ്ദാക്കപ്പെടുന്നതിന് തുല്യമല്ലെന്ന് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നിഷ്ക്രിയമായ പാൻ ഉപയോഗിച്ചും ഒരാൾക്ക് സാങ്കേതികമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിയും. എങ്കിലും പ്രവാസികളുടെ നിത്യേനയുള്ള സാമ്പത്തിക ഇടപാടുകളെയും നിക്ഷേപങ്ങളെയും സാരമായി ബാധിക്കുന്ന നിരവധി തടസ്സങ്ങൾ ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ പ്രധാന പ്രത്യാഘാതം ഉയർന്ന നിരക്കിലുള്ള നികുതി ഈടാക്കലാണ്. നിങ്ങളുടെ പാൻ നിഷ്ക്രിയമാണെങ്കിൽ ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശയ്ക്കോ വസ്തു വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുകയ്ക്കോ അല്ലെങ്കിൽ മറ്റു വരുമാനങ്ങൾക്കോ നൽകേണ്ട നികുതി സ്രോതസ്സിൽ കിഴിവ് ചെയ്യുന്നത്, അതുപോലെ സ്രോതസ്സിൽ ശേഖരിക്കുന്ന നികുതി എന്നിവ നിശ്ചിത നിരക്കിനേക്കാൾ വളരെ ഉയർന്ന നിരക്കിലായിരിക്കും ഈടാക്കുക. ഇതുകൂടാതെ ആദായ നികുതി വകുപ്പിൽ നിന്ന് തിരികെ ലഭിക്കേണ്ട ടാക്സ് റീഫണ്ടുകളും അവയ്ക്കുള്ള പലിശയും തടഞ്ഞു വെക്കപ്പെടാനും സാധ്യതയുണ്ട്. ബാങ്കിംഗ്, മ്യൂച്വൽ ഫണ്ട്, റിയൽ എസ്റ്റേറ്റ് മേഖലകളിലും വലിയ പ്രതിസന്ധികൾ ഇത് സൃഷ്ടിക്കുന്നു. NRO ബാങ്ക് അക്കൗണ്ടുകളിൽ KYC നൽകുന്നതിനും മ്യൂച്വൽ ഫണ്ടുകളിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും പഴയ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിനും ഇത്തരം പാൻ കാർഡുകൾ തടസ്സമാകുന്നു. പിന്നീട് ITR ഫയൽ ചെയ്ത് അധികമായി ഈടാക്കിയ TDS തിരികെ ആവശ്യപ്പെടാമെങ്കിലും പാൻ സജീവമാകുന്നതുവരെ റീഫണ്ട് തുക അക്കൗണ്ടിലേക്ക് എത്തുവാൻ വലിയ കാലതാമസം നേരിടേണ്ടി വരും. പാൻ കാർഡിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാറ്റുന്നത് കൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ ഓരോ വർഷത്തെയും നികുതി ബാധ്യത നിശ്ചയിക്കപ്പെടുന്നില്ല എന്നത് പ്രവാസികൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു വ്യക്തി എത്ര ദിവസങ്ങൾ ഇന്ത്യയിൽ താമസിച്ചു എന്ന കണക്കും അവരുടെ വരുമാനത്തിന്റെ ഉറവിടവും അടിസ്ഥാനമാക്കിയാണ് ഓരോ വർഷത്തെയും ടാക്സ് റെസിഡൻസി നിശ്ചയിക്കുന്നത്. UAE ജോലി ചെയ്യുന്നതോ വിസയുള്ളതോ കൊണ്ട് മാത്രം ഒരാൾ താനെ നോൺ റെസിഡന്റ് ആകണമെന്നില്ല. ഇന്ത്യയും UAE തമ്മിൽ ഇരട്ട നികുതി ഒഴിവാക്കൽ കരാർ നിലവിലുണ്ട്. ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങളിലുമായി ഒരേ വരുമാനത്തിന് 2-3 തവണ നികുതി നൽകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. എന്നാൽ കേവലം ഒരു പ്രവാസി പാൻ കാർഡ് കൈവശമുണ്ടെന്ന കാരണം കൊണ്ട് മാത്രം ഈ ആനുകൂല്യം ലഭ്യമാകില്ല. ഇതിനായി UAE ടാക്സ് അതോറിറ്റി നൽകുന്ന ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റും അതോടൊപ്പം ഫോം 10F കൃത്യമായി സമർപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആദായ നികുതി പോർട്ടലിൽ നിങ്ങളുടെ പാൻ വിവരങ്ങൾ NRI എന്ന് അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് ബാങ്കുകളിലെ വിവരങ്ങൾ താനെ മാറുകയുമില്ല. നിങ്ങൾ ഇടപാട് നടത്തുന്ന ഓരോ ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും വിദേശ വിലാസവും പാസ്പോർട്ട് പകർപ്പും നൽകി KYC വെവ്വേറെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക ഫയലിംഗ് പോർട്ടൽ സന്ദർശിച്ച് വെരിഫൈ യുവർ പാൻ സർവീസ് വഴി ഏത് പ്രവാസിക്കും നിങ്ങളുടെ പാൻ കാർഡിലെ നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. ലോഗിൻ ചെയ്ത ശേഷം പാൻ ഓപ്പറേറ്റീവ് ആണോ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പ്രവാസി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പാൻ കാർഡ് നിലവിൽ ഓപ്പറേറ്റീവ് ആണെങ്കിൽ പ്രത്യേകമായി യാതൊരു മാറ്റങ്ങളും വരുത്തേണ്ടതില്ല. എന്നാൽ പ്രവാസി സ്റ്റാറ്റസ് രേഖപ്പെടുത്താത്തതിനാൽ നിങ്ങളുടെ പാൻ ഇനോപ്പറേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അത് തിരികെ ഓപ്പറേറ്റീവ് ആക്കാൻ നിശ്ചിത നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇൻകം ടാക്സ് പോർട്ടലിലെ നോ യുവർ AO സേവനം ഉപയോഗിച്ച് നിങ്ങളുടെ ജുറിസ്ഡിക്ഷണൽ അസസിംഗ് ഓഫീസറെ കണ്ടെത്തുകയാണ് ആദ്യപടി. തുടർന്ന് നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് NRI എന്ന് മാറ്റി നൽകാനും പാൻ കാർഡ് സജീവമാക്കാനും ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിക്കണം. ഈ അപേക്ഷയോടൊപ്പം പാൻ കാർഡിന്റെ പകർപ്പ്, പാസ്പോർട്ടിന്റെ പ്രസക്തമായ പേജുകളുടെ പകർപ്പ്, UAE റെസിഡൻസ് വിസ അല്ലെങ്കിൽ എമിറേറ്റ്സ് ID, കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ ഇന്ത്യക്ക് പുറത്ത് താമസിച്ച ദിവസങ്ങൾ വ്യക്തമാക്കുന്ന തെളിവുകൾ എന്നിവ സമർപ്പിക്കേണ്ടതുണ്ട്. നികുതി വകുപ്പ് വ്യക്തമാക്കുന്നതനുസരിച്ച് വെബ്സൈറ്റിലെ ഓൺലൈൻ പ്രൊഫൈൽ എഡിറ്റ് ചെയ്താൽ മാത്രം ഇനോപ്പറേറ്റീവ് പാൻ സജീവമാകില്ല. അസസിംഗ് ഓഫീസർ രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷമേ പാൻ സ്റ്റാറ്റസ് മാറ്റി ഓപ്പറേറ്റീവ് ആക്കുകയുള്ളൂ. സാമ്പത്തിക വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിലോ അല്ലെങ്കിൽ അടിയന്തരമായി നാട്ടിലൊരു സാമ്പത്തിക ഇടപാട് നടത്തേണ്ടി വരുമ്പോഴോ പാൻ കാർഡ് നിഷ്ക്രിയമാണെന്നറിയുന്നത് വലിയ മനപ്രയാസങ്ങൾക്ക് കാരണമാകും. ആയതിനാൽ UAEയിലുള്ള ഓരോ ഇന്ത്യൻ പ്രവാസിയും ഉടൻ തന്നെ ഇൻകം ടാക്സ് പോർട്ടലിൽ കയറി നിങ്ങളുടെ പാൻ കാർഡ് സ്റ്റാറ്റസ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ആവശ്യമെങ്കിൽ അസസിംഗ് ഓഫീസറെ സമീപിച്ച് രേഖകൾ പുതുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലോകരാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ എക്കാലത്തും നിർണ്ണയിച്ചിട്ടുള്ളത് പശ്ചിമേഷ്യൻ നാടുകളിലെ നയതന്ത്ര നീക്കങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങളായി എണ്ണയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയിരുന്ന സൗദി അറേബ്യ തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ സുപ്രധാനമായ ഒരു ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെയും ഊർജ്ജോൽപാദനത്തിന്റെയും പുതിയ തലങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിനായി അമേരിക്കയുമായി സൗദി അറേബ്യ ഒപ്പുവെച്ച സിവിലിയൻ ആണവ സഹകരണ കരാർ കേവലം ഒരു വാണിജ്യ ഉടമ്പടിയല്ല, മറിച്ച് ലോകശക്തികൾക്കിടയിലെ പുതിയൊരു ചതുരംഗ കളിയുടെ തുടക്കമാണത്. എന്നാൽ ഊർജ്ജ വകുപ്പ് പ്രതിനിധികൾ തമ്മിൽ ഒപ്പുവെച്ച ഈ ചരിത്രപരമായ കരാറിന് തൊട്ടുപിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയ പ്രഖ്യാപനം ഈ നയതന്ത്ര നീക്കങ്ങൾക്ക് തികച്ചും പുതിയൊരു മാനം നൽകിയിരിക്കുന്നു. ഇസ്രയേലുമായി ബന്ധം സാധാരണ നിലയിലാക്കുന്ന എബ്രഹാം ഉടമ്പടിയിൽ സൗദി അറേബ്യ ഒപ്പുവെച്ചാൽ മാത്രമേ ഈ ആണവ കരാറിന് അന്തിമ അനുമതി ലഭിക്കുകയുള്ളൂ എന്ന ട്രംപിന്റെ നിലപാട് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെയും ശാക്തിക ചേരികളെയും വലിയ രീതിയിൽ സ്വാധീനിക്കാൻ പോകുന്ന ഒന്നാണ്.
അമേരിക്കൻ ആണവോർജ്ജ നിയമത്തിലെ 123 വകുപ്പ് പ്രകാരം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഈ സിവിലിയൻ ആണവ സഹകരണ കരാർ അടുത്ത 30 വർഷത്തേക്ക് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ഊർജ്ജ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒന്നാണ്. അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൗദി ഊർജ്ജ മന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാൻ രാജകുമാരനും ചേർന്നാണ് ഈ സുപ്രധാന രേഖയിൽ ഒപ്പുവെച്ചത്. വിഷൻ 2030 എന്ന കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ സ്വപ്ന പദ്ധതിയുടെ ഭാഗമായി ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനത്തിന് പെട്രോളിയത്തെയും പ്രകൃതിവാതകത്തെയും ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് സൗദിയുടെ പ്രധാന ലക്ഷ്യം. ഇതുവഴി കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യാനും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കാനും അവർക്ക് സാധിക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് ശതകോടിക്കണക്കിന് ഡോളറിന്റെ വാണിജ്യ സാധ്യതകളാണ് തുറന്നിടുന്നത്. അമേരിക്കൻ കമ്പനികൾക്ക് സൗദിയിൽ ആണവ നിലയങ്ങൾ നിർമ്മിക്കാനും സാങ്കേതിക വിദ്യകൾ കൈമാറാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ കരാർ വഴിയൊരുക്കും. ഈ കരാറിന്റെ പശ്ചാത്തലത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന ഘടകം ചൈനയുടെയും റഷ്യയുടെയും സാന്നിധ്യമാണ്. അമേരിക്ക ഈ സാങ്കേതിക വിദ്യ കൈമാറാൻ തയ്യാറായില്ലെങ്കിൽ സൗദി അറേബ്യ തങ്ങളുടെ ആണവ പദ്ധതികൾക്കായി ചൈനയെയോ റഷ്യയെയോ സമീപിക്കുമെന്ന് ഉറപ്പായ കാര്യമായിരുന്നു. പശ്ചിമേഷ്യയിൽ ചൈന തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ സൗദി അറേബ്യയെ എതിർചേരിയിലേക്ക് വിട്ടു നൽകാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെയും മേൽനോട്ടത്തിന്റെയും കീഴിൽ സൗദിയുടെ ആണവ പദ്ധതികൾ നിലനിർത്തുക എന്നത് വാഷിംഗ്ടണിന്റെ സുപ്രധാനമായ ഒരു ഭൗമ രാഷ്ട്രീയ ആവശ്യമാണ്. ഈ സാങ്കേതിക മത്സരം യഥാർത്ഥത്തിൽ ലോകത്തെ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ആധിപത്യ പോരാട്ടത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. ഏതൊരു ആണവ കരാറിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതിലെ സുരക്ഷാ മാനദണ്ഡങ്ങളാണ്. സൗദി അമേരിക്ക കരാർ ഒപ്പുവെച്ച വാർത്ത പുറത്തു വന്നയുടനെ തന്നെ രാജ്യാന്തര തലത്തിൽ വലിയൊരു ആശങ്ക ഉടലെടുത്തിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരിക്കാനും ഉപയോഗിച്ച ഇന്ധനം പുനരുപയോഗിക്കാനുമുള്ള അവകാശം സൗദിക്ക് ലഭിക്കുമെന്നും ഭാവിയിൽ അത് ആണവായുധ നിർമ്മാണത്തിലേക്ക് നയിച്ചേക്കാമെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ കർശന പരിശോധനകൾ ഉറപ്പുവരുത്തുന്ന അഡീഷണൽ പ്രോട്ടോകോൾ ഈ കരാറിന്റെ ഭാഗമല്ലെന്ന വാർത്തകൾ ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ സൗദിക്കും സമാനമായ സാങ്കേതികവിദ്യ ലഭിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ ആണവായുധ മത്സരത്തിന് തിരികൊളുത്തുമെന്ന് ഇസ്രായേലും അമേരിക്കൻ കോൺഗ്രസിലെ ചില അംഗങ്ങളും വാദിച്ചു. മുൻപ് ഇറാൻ ഒരു ആണവായുധം വികസിപ്പിച്ചാൽ സൗദിയും അതേ പാത പിന്തുടരുമെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ വിവാദങ്ങൾക്ക് താൽക്കാലികമായി വിരാമം വിട്ടുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. ഈ പദ്ധതി കേവലം സമാധാനപരമായ ആവശ്യങ്ങൾക്കും സിവിലിയൻ ഉപയോഗത്തിനും മാത്രമുള്ളതാണെന്നും UAEക്കും മറ്റ് രാജ്യങ്ങൾക്കും നൽകിയിട്ടുള്ളതുപോലെ യാതൊരു കാരണവശാലും യുറേനിയം സമ്പുഷ്ടീകരണം ഇതിന്റെ ഭാഗമാകില്ലെന്നും അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവരുടെ കടുത്ത സമ്മർദ്ദമാണ് ട്രംപിന്റെ ഈ വേഗത്തിലുള്ള വിശദീകരണത്തിന് പിന്നിലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഈ ആണവ കരാറിലെ ഏറ്റവും വലിയ കടമ്പ സാങ്കേതിക വിദ്യയല്ല, മറിച്ച് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പുതിയ രാഷ്ട്രീയ ഉപാധിയാണ്. 2020 ട്രംപ് ഭരണകൂടത്തിന്റെ കാർമ്മികത്വത്തിൽ UAE, ബഹ്റൈൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച എബ്രഹാം ഉടമ്പടിയിൽ സൗദി അറേബ്യയും ഒപ്പുവെക്കണം എന്നതാണ് ആ വ്യവസ്ഥ. എന്നാൽ സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇതത്ര എളുപ്പത്തിൽ വഴങ്ങാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സ്വതന്ത്രവും പരമാധികാരവുമുള്ള ഒരു ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ഇസ്രയേലുമായി ഔദ്യോഗികമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്ന് സൗദി അറേബ്യ രാജ്യാന്തര വേദികളിൽ പല തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും 2023 ഒക്ടോബറിന് ശേഷം ഗാസയിൽ തുടരുന്ന നീണ്ടുനിൽക്കുന്ന സംഘർഷങ്ങളുടെയും മാനുഷിക പ്രതിസന്ധികളുടെയും പശ്ചാത്തലത്തിൽ അറബ് ലോകത്തെ പൊതുവികാരം ഇസ്രയേലിന് പൂർണ്ണമായും എതിരാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഫലസ്തീൻ പ്രശ്നത്തിന് വ്യക്തമായ ഒരു രാഷ്ട്രീയ പരിഹാരമുണ്ടാക്കാതെ ഇസ്രയേലിനെ അംഗീകരിക്കുന്നത് ഇസ്ലാമിക ലോകത്തെ സൗദിയുടെ നേതൃത്വപരമായ പദവിക്ക് വലിയ മങ്ങലേൽപ്പിക്കും. അതുകൊണ്ട് തന്നെ കേവലം ഒരു ആണവ കരാറിന് വേണ്ടി തങ്ങളുടെ ദശാബ്ദങ്ങളായുള്ള പ്രഖ്യാപിത നിലപാടിൽ നിന്നും സൗദി ഭരണകൂടം വ്യതിചലിക്കുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. അമേരിക്കയുടെ ഈ നീക്കം പശ്ചിമേഷ്യയിലെ തന്ത്രപരമായ സമവാക്യങ്ങളെ അടിമുടി മാറ്റാൻ പര്യാപ്തമായ ഒന്നാണ്. ഒരു വശത്ത് സാമ്പത്തികവും സാങ്കേതികവുമായ കുതിച്ചുചാട്ടത്തിന് പാശ്ചാത്യ പിന്തുണ ഉറപ്പാക്കാൻ സൗദി ആഗ്രഹിക്കുന്നു. എന്നാൽ മറുവശത്ത് തങ്ങളുടെ പരമ്പരാഗത രാഷ്ട്രീയ മൂല്യങ്ങളെ അടിയറവ് വെക്കാൻ അവർ തയ്യാറുമല്ല. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യൻ സമാധാന പ്രക്രിയയിൽ തന്റെ ഏറ്റവും വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുന്ന അബ്രഹാം ഉടമ്പടിയിലേക്ക് സൗദിയെ കൂടി കൊണ്ടുവരുന്നത് വലിയൊരു രാഷ്ട്രീയ വിജയമായിരിക്കും. എന്നാൽ ഊർജ്ജ വകുപ്പുകൾ തമ്മിൽ കരാർ ഒപ്പുവെച്ചതിനു ശേഷം ഇത്തരം ഉപാധികൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് സൗദി ഭരണകൂടത്തിന് മേൽ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയാണോ എന്ന വിമർശനവും നയതന്ത്രജ്ഞർക്കിടയിൽ ശക്തമാണ്. അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം കൂടി ലഭിച്ചാൽ മാത്രമേ ഈ കരാർ നിയമപരമായി പൂർണ്ണതയിൽ എത്തുകയുള്ളൂ എന്നതിനാൽ വരും നാളുകളിൽ വാഷിംഗ്ടണിലെ ഇടനാഴികളിലും റിയാദിലെ കൊട്ടാരങ്ങളിലും വലിയ നയതന്ത്ര ചർച്ചകൾക്ക് ഇത് വഴിവെക്കും. അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ഈ ആണവ കരാർ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഊർജ്ജ കൈമാറ്റത്തിനപ്പുറം ലോക സമാധാനത്തിന്റെയും ശാക്തിക സന്തുലിതാവസ്ഥയുടെയും വലിയൊരു പരീക്ഷണമായി മാറുകയാണ്.
സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് തങ്ങളുടെ ഭാവിയുടെ ഊർജ്ജ സ്വപ്നങ്ങളിലേക്കുള്ള വാതിലാണ്. എന്നാൽ ആ വാതിൽ തുറക്കണമെങ്കിൽ ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുക എന്ന വലിയ രാഷ്ട്രീയ വില അവർ നൽകേണ്ടി വരും. സാമ്പത്തിക പുരോഗതിക്കും സാങ്കേതിക വിദ്യയ്ക്കും വേണ്ടി ചരിത്രപരമായ ശത്രുതകളും സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങളും മാറ്റിവെക്കാൻ രാജ്യങ്ങൾ തയ്യാറാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സാമ്പത്തിക പുരോഗതിക്കും സാങ്കേതിക വിദ്യയ്ക്കും വേണ്ടി ചരിത്രപരമായ ശത്രുതകളും സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങളും മാറ്റിവെക്കാൻ രാജ്യങ്ങൾ തയ്യാറാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് കേവലം കടലാസിലെ കരാറുകളിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നല്ലെന്നും അതിന് അവിടുത്തെ ജനതയുടെ ചരിത്രപരമായ നീതി നിഷേധങ്ങൾക്ക് കൂടി സ്വീകാര്യമായ പരിഹാരം കാണേണ്ടതുണ്ടെന്നും ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഗൾഫ് നാടുകൾ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് എന്നും ഒരു രണ്ടാം വീടാണ്. എന്നാൽ ഇന്ന് പെർഷ്യൻ ഗൾഫിന് കുറുകെ വീശുന്ന കാറ്റിന് എണ്ണയുടെ ഗന്ധമല്ല, മറിച്ച് വെടിമരുന്നിൻ്റെ രൂക്ഷഗന്ധമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം കുവൈറ്റിന്റെ മണ്ണിലേക്ക് വ്യാപിക്കുകയും രാജ്യം കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഈ സമയത്തും പുറത്തുവരുന്ന ജനസംഖ്യാ കണക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് യുദ്ധഭീതിയുടെ ഈ കരിനിഴലിലും കുവൈറ്റ് എന്ന സമ്പന്ന രാജ്യത്തിന്റെ സാമ്പത്തിക എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നത് ഇന്ത്യക്കാരാണ് എന്നതാണ്. പ്രതിസന്ധികൾക്കിടയിലും കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായി ഇന്ത്യക്കാർ തുടരുന്നു എന്ന യാഥാർത്ഥ്യം കേവലം ഒരു തൊഴിൽ കുടിയേറ്റത്തിനപ്പുറം ദശാബ്ദങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ നേർചിത്രം കൂടിയാണ്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം കുവൈറ്റിലെ ആകെ ജനസംഖ്യയായ 5.31 ദശലക്ഷത്തിൽ 3.74 ദശലക്ഷവും പ്രവാസികളാണ്. തദ്ദേശീയ പൗരന്മാർ 1.56 ദശലക്ഷം മാത്രമാണ്. പ്രവാസി ജനസംഖ്യയിൽ തന്നെ 10.6 ലക്ഷം ആളുകളുമായി ഇന്ത്യക്കാരാണ് ഒന്നാമതുള്ളത്. അതായത് കുവൈറ്റിലെ ആകെ ജനസംഖ്യയുടെ 20%, അഥവാ 5-1 ഭാരതീയനാണ്. ഈജിപ്റ്റ്, ബംഗ്ലാദേശ്, ഫിലിപ്പൈൻസ്, ശ്രീലങ്ക എന്നിവരാണ് ഇന്ത്യക്ക് തൊട്ടു പിന്നിലുള്ള മറ്റു പ്രധാന പ്രവാസി സമൂഹങ്ങൾ. കുവൈറ്റിന്റെ തൊഴിൽ വിപണി പരിശോധിച്ചാൽ ഭാരതീയരുടെ സാന്നിധ്യം അതിനിർണായകമാണെന്ന് നമുക്ക് കാണാം. രാജ്യത്തെ 3.264 ദശലക്ഷം വരുന്ന മൊത്തം തൊഴിൽ ശക്തിയുടെ 28.8%, സ്വകാര്യ മേഖലയിലെ 30.7% ഇന്ത്യക്കാരാണ്. കൂടാതെ 8,83,300 വരുന്ന ഗാർഹിക തൊഴിലാളികളിൽ 39% ഇന്ത്യക്കാരാണ്. ഇതിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും എടുത്തു പറയേണ്ടതാണ്. സ്വദേശിവൽക്കരണ നയങ്ങൾ മൂലം പൊതുമേഖലയിൽ 74.7% കുവൈറ്റ് പൗരന്മാരാണെങ്കിലും സ്വകാര്യ സേവന മേഖലകൾ പൂർണ്ണമായും പ്രവാസികളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. രാജ്യത്തെ ജനസംഖ്യയുടെ 81% 15-നും 64-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ ശേഷിയുള്ള വിഭാഗമാണ്. ഇവരിൽ പകുതിയിലധികവും മലയാളി സമൂഹമാണ്. ആരോഗ്യരംഗം, എഞ്ചിനീയറിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ്, IT, നിർമ്മാണം, വാണിജ്യം എന്നീ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം മലയാളി നഴ്സുമാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും മറ്റ് വിദഗ്ധരും സജീവമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രപരമായ ആഴമുണ്ട്. 1961 വരെ കുവൈറ്റിലെ ഔദ്യോഗിക കറൻസിയായി ഉപയോഗിച്ചിരുന്നത് ഇന്ത്യൻ രൂപയായിരുന്നു എന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധം വെളിപ്പെടുത്തുന്നു. 1990-ലെ ഗൾഫ് യുദ്ധകാലത്ത് 1.7 ലക്ഷത്തിലധികം ഇന്ത്യക്കാരെ വ്യോമമാർഗം നാട്ടിലെത്തിച്ച ചരിത്രമുണ്ടെങ്കിലും യുദ്ധാനന്തരം തിരിച്ചെത്തിയ ഭാരതീയരാണ് കുവൈറ്റിന്റെ പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. അന്നുവരെ ഒന്നാമതായിരുന്ന പലസ്തീൻ സമൂഹത്തെ മറികടന്ന് 90-കൾക്ക് ശേഷം ഇന്ത്യക്കാർ കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായി മാറി. ഇന്ന് കുവൈറ്റിൽ നിന്നുള്ള പ്രവാസി പണം കേരളം, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ സുരക്ഷിതത്വത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ രൂക്ഷമായതോടെ അമേരിക്കൻ സഖ്യകക്ഷിയായ കുവൈറ്റ് ഗുരുതരമായ സുരക്ഷാ ഭീഷണി നേരിടുകയാണ്. കുവൈറ്റിലെ അലി അൽ സലൈം എയർബേസ്, ക്യാമ്പ് ബ്യൂറി, ക്യാമ്പ് ആരിഫ്ജാൻ, അൽ ദോഹ തുടങ്ങിയ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നടത്തുന്ന ബാലിസ്റ്റിക് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ മേഖലയിൽ വലിയ ഭീതി വിതയ്ക്കുന്നു. എണ്ണ വിപണിയുടെ ഗന്ധത്തിന് പകരം വെടിമരുന്നിന്റെ മണം പടരുന്ന ഈ യുദ്ധാന്തരീക്ഷത്തിൽ 10.6 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമായി ഉയരുകയാണ്. ഇത്തരം ഗുരുതരമായ യുദ്ധഭീഷണിക്കിടയിലും അനിശ്ചിതത്വത്തിന്റെ നടുവിലും കുവൈറ്റിന്റെ സാമ്പത്തിക യന്ത്രവും അടിയന്തര സേവനങ്ങളും സുഗമമായി പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നത് ഇന്ത്യൻ പ്രവാസികളുടെ അശ്രാന്ത പരിശ്രമമാണ്. പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ ഏറ്റവും വലിയ പ്രവാസി ശക്തിയായി ഇന്ത്യക്കാർ തുടരുന്നത് വെറുമൊരു കുടിയേറ്റ കണക്കല്ല, മറിച്ച് കുവൈറ്റിന്റെ നിലനിൽപ്പിൽ ഭാരതീയർക്കുള്ള മാറ്റി നിർത്താനാവാത്ത പങ്ക് വ്യക്തമാക്കുന്ന തെളിവാണ്. കുവൈറ്റിലെ ഏതൊരു സുരക്ഷാ തകർച്ചയും ലക്ഷക്കണക്കിന് പ്രവാസി കുടുംബങ്ങളെയും ഇന്ത്യയുടെ വിദേശ നാണ്യ വരുമാനത്തെയും നേരിട്ട് ബാധിക്കും എന്നതിനാൽ കുവൈറ്റ് ഭരണകൂടം തങ്ങളുടെ മണ്ണിലെ ഭാരതീയരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനോടൊപ്പം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയുള്ള നയതന്ത്ര ഇടപെടലുകൾ ശക്തമായി തുടരേണ്ടതുണ്ട്.
ഗൾഫിലെ നിങ്ങളുടെ വിശേഷങ്ങൾ അക്കരയിലൂടെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വീഡിയോകളാക്കി 9182241143 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും നമുക്ക് അക്കരയിലൂടെ കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.